Hi future doctors. റീനീറ്റ് UG 2026 കഴിഞ്ഞു. മക്കളൊക്കെ ഒരുപാട് വിഷമിച്ച് ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ താഴെയും ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഭയങ്കരമായിട്ട് ഡിസ്ഹാർട്ടൻഡ് ആയി പോയി. കാരണം നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ അല്ല എക്സാം വന്നത്. നമ്മൾ ആദ്യം നടന്ന നീറ്റ് എക്സാമിന്റെ അതേ ഒരു പാറ്റേൺ പ്രതീക്ഷിച്ച് പോയപ്പോൾ നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ അത്യാവശ്യം ടഫ് ആയിട്ടാണ് വന്നത്. ബയോളജി കുഴപ്പമില്ല, സോൾവ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ കുറെ മക്കൾ പറഞ്ഞു. ബട്ട് സ്റ്റിൽ ഫിസിക്സ് പേപ്പർ ആദ്യം സോൾവ് ചെയ്യാൻ തുടങ്ങിയവർ അത് കണ്ട് ടെൻഷനായി പാനിക്കായി ഒരുപാട് ടൈം എടുത്ത് പിന്നെ കെമിസ്ട്രിയും ബയോളജിയും പെർഫോം ചെയ്യാൻ പറ്റാണ്ട് വന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നത്തിൽ നിൽക്കുന്നവരുണ്ട്. എന്നിരുന്നാലും ഒരുപാട് പേര് സ്കോറൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി ഇപ്പോൾ കുറച്ച് ആശ്വാസപ്പെടുന്നുണ്ട്. കുഴപ്പമില്ല മിസ്സേ, എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഒരു റേഞ്ചിലൊക്കെ എത്തുന്നുണ്ട് എന്നുള്ളത്. കുറെ പേര് ഭയങ്കരമായിട്ട് ഗിവ് അപ്പ് ചെയ്ത് ഡിസ്ഹാർട്ടൻഡ് ആയി നിൽക്കുന്നവരുണ്ട്. നിങ്ങളോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്, പ്ലീസ് ഡോണ്ട് ഡിസൈഡ് എനിത്തിങ് യെറ്റ്. അതായത് നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ എക്സാം കഴിഞ്ഞങ്ങ് വന്നതല്ലേ ഉള്ളൂ. സമാധാനമായിട്ടിരുന്ന് ഒന്നും കൂടെ ആൻസർ കീ ഒക്കെ ഒന്ന് നോക്കി ഏതൊരു റേഞ്ചിൽ എനിക്ക് സ്കോർ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒന്ന് നോക്കുക. അപ്പം ഇപ്പൊ അനന്തു സാറ് നമ്മുടെ കട്ട് ഓഫ് ഒക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ജനറൽ കാറ്റഗറിക്ക് പറഞ്ഞിരിക്കുന്നത് 570 ±10 ആണ്. അപ്പോൾ പിന്നെ OBC ആണെങ്കിൽ 560, EWS 550, SC 490, ST 470 ആ ഒരു റേഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള ഡേറ്റ അവൈലബിൾ ആയിട്ടുള്ള ആസ് ഓഫ് നൗ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ വെച്ചിട്ടാണ് ഈ ഒരു കട്ട് ഓഫ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ നിങ്ങളുടെ സ്കോർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഏത് കാറ്റഗറിയാണ് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് റേഞ്ചിൽ സ്കോർ വരുന്നുണ്ടെന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അപ്പൊ മക്കൾ ഇനി ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾക്ക് ഇനി എന്താണ് വേണ്ടത്? അതായത് ഒരുപാട് പേര് പറയുന്നുണ്ട് ഞാൻ നഴ്സിങ്ങിന് പോവാണ്, മറ്റു കോഴ്സിന് പോവാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് വേണ്ട, നീറ്റ് വേണ്ട, ഐ എം ഗിവിങ് അപ്പോൺ നീറ്റ്, ഐ എം ഗിവിങ് അപ്പോൺ MBBS എന്നൊക്കെ പറഞ്ഞ് പറയുന്ന മക്കളുണ്ട്. അപ്പോൾ നിങ്ങളിപ്പം ഒരു ഫ്രസ്ട്രേഷനിലാണ് നിൽക്കുന്നത്. അതായത് ഈ എക്സാം നല്ല ടഫായി, നിങ്ങളത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ടഫായി. ഇതിനു മുമ്പും 2024 ഇതേ സിറ്റുവേഷൻ തന്നെയായിരുന്നു. അന്നും ഇതേപോലെ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര ടഫായി, പിന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല, ഞാനിത് ഗിവ് അപ്പ് ചെയ്യാണ്, എൻ്റെ സെക്കൻഡ് റിപ്പീറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഡിസിഷൻ മാറ്റി മറ്റു പല കോഴ്സുകളിലേക്കും ഫീൽഡുകളിലേക്കും പോയവരുണ്ട്. സോ ഇതിനു മുമ്പും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം 2024-25 വർഷങ്ങളൊക്കെ നടന്ന കാര്യം അല്ലെ. ഒരുപാട് ടഫ് പേപ്പർ NTA ഇനീഷ്യലി തന്നു. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഭയങ്കരമായിട്ട് ലോ സ്കോർ ചെയ്തപ്പോൾ വീണ്ടും പേപ്പറിന്റെ ആ ഒരു ടഫ്നെസ് കുറയ്ക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു. ഒരു പ്രാവശ്യം പേപ്പർ ഭയങ്കര ഈസി ആയി, അപ്പോൾ പേപ്പർ ടഫാക്കി, പിന്നെ വീണ്ടും പേപ്പർ ഈസി ആക്കി. സോ ഇതിങ്ങനെ ഒരു എന്താ പറയുക പാറ്റേണിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരുപാട് മക്കൾ ഇതുകൊണ്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാ, ഈ ഒരു ഫ്രസ്ട്രേഷനിൽ ഒരു ഡിസിഷൻ എടുക്കാണ്ടിരിക്കുക. ഗിവ് ഇറ്റ് ടൈം. അതായത് ഞാൻ ഇന്ന് തന്നെ നിങ്ങളിപ്പം ഇതിന് തീരുമാനിക്കുക, നിങ്ങൾ പെട്ടെന്ന് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ വേറെ കോഴ്സ് എടുക്കുക, ഇതൊന്നും അല്ല പറയുന്നത്. പ്ലീസ് ഗിവ് ഇറ്റ് ടൈം. ബിക്കോസ് ദി എൻഡ് ഓഫ് ഇറ്റ് ഓൾ നിങ്ങൾക്കൊരു റിഗ്രറ്റ് ഇല്ലാണ്ടാവണം. അതായത് നിങ്ങൾ ഈ എടുത്തു ചാടി ഈ ദേഷ്യത്തിലും വിഷമത്തിലും നിങ്ങൾ പോയി വേറെ എന്തിനെങ്കിലുമൊക്കെ ജോയിൻ ചെയ്തിട്ട് അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ 100% കൊടുക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല. ബിക്കോസ് നിങ്ങളുടെ ഡ്രീം വേറെ സ്ഥലത്താണ്, നിങ്ങൾക്ക് ലൈഫിൽ ആവേണ്ടത് വേറെ ഒന്നാണ്, നിങ്ങളൊരു ഡോക്ടർ ആവാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങൾ വേറെ കോഴ്സിന് ചേർന്നു, സോ യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. അങ്ങനെ ഓൾ യുവർ ലൈഫ് യു വിൽ ഹാവ് ദാറ്റ് റിഗ്രറ്റ് ഇൻ യു. ഒന്നും കൂടെ നോക്കായിരുന്നു, ഇത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കണ്ടായിരുന്നു. കാരണം നിങ്ങളുടെ പാരൻസ്, നിങ്ങൾ തീരുമാനം പറയുമ്പോൾ പാരൻസ് സ്വാഭാവികമായിട്ടും ഓക്കെ എൻ്റെ മോന് എൻ്റെ മോൾക്ക് ഇതാണ് വേണ്ടത് എന്നുള്ളതിൽ അവർ പൈസയൊക്കെ അറേഞ്ച് ചെയ്ത് എങ്ങനെയെങ്കിലും നിങ്ങളെ ആ കോഴ്സിന് ചേർക്കും. അപ്പം നിങ്ങൾ ഫ്രണ്ട്സ് പറയുന്നത് കേട്ടിട്ടോ റിലേറ്റീവ്സ് പറയുന്നത് കേട്ടിട്ടോ ഈവൻ പാരൻസിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇപ്പം മക്കൾക്ക് ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും കൊടുക്കരുത് എന്നുള്ളത്. സോ വാട്ട് ഐ വോണ്ട് ടു ടെൽ യു ഇസ് പ്ലീസ് ടേക്ക് ടൈം ആൻഡ് തിങ്ക് എന്നിട്ട് മാത്രം ഒരു ഡിസിഷനിലേക്ക് വരിക. പിന്നെ ഇപ്പം നിങ്ങൾ കൗൺസിലിങ്ങിന് വെയിറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ കട്ട് ഓഫ് ഒക്കെ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ആ ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക. അതിനൊക്കെ ഇനി ഇഷ്ടംപോലെ സമയമുണ്ട് കേട്ടോ. ബട്ട് ജസ്റ്റ് മാം പറയാണ്, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അത് നിങ്ങൾക്ക് ഇനി ആവശ്യം വരും. പിന്നെ നീറ്റിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ അതിന്റെ സ്കോർ കാർഡ് ഉണ്ടാകും. അതേപോലെ നിങ്ങളുടെ ക്ലാസ് 10th 12th സർട്ടിഫിക്കറ്റ്സ്, ഒരു 8 പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണ്ടി വരും. പിന്നെ നിങ്ങൾ സ്റ്റേറ്റ് കോട്ടയാണ് നോക്കുന്നതെങ്കിൽ സ്റ്റേറ്റിലെ നിങ്ങളുടെ റെസിഡൻസി പ്രൂവ് ചെയ്യുന്ന ഒരു ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് വേണ്ടി വരും. ഗ്യാപ്പ് എടുത്തിട്ടുള്ള സ്റ്റുഡന്റ് ആണെങ്കിൽ യു വിൽ നീഡ് എ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ്. പിന്നെ നിങ്ങൾ റിസർവേഷനിലുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് പ്രൂവ് ചെയ്യുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണെങ്കിൽ PWD സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള 1-2 സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് കൗൺസിലിംഗിന്റെ സമയത്ത് ആവശ്യമായിട്ട് വരും. ഇതിൽ ഏതെങ്കിലും ഇൻകം പ്രൂവ് ചെയ്യുന്ന ഇൻകം സർട്ടിഫിക്കറ്റ്. അപ്പോൾ
ഇതൊന്നും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇതൊക്കെ റെഡിയാക്കി വെക്കാൻ പതുക്കെ അതിനുള്ള മൂവ്സ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഈ വർഷം എല്ലാ വർഷത്തെയും പോലെ ഒരുപാട് ഒരു ഡിലേ ഉണ്ടാവില്ല എന്നാണ് കേൾക്കുന്നത്. ബിക്കോസ് ഓൾറെഡി ബൈ നൗ കൗൺസിലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ആ ടൈമിലേക്ക് നമ്മൾ കടക്കേണ്ടതായിരുന്നു. ബട്ട് ഇങ്ങനെ ഒരു പ്രശ്നം കാരണം, അതായത് റിസൾട്ട് വന്ന് ആ ഒരു ഇതിൽ നിൽക്കേണ്ട സമയമായിരുന്നു. പക്ഷേ ഈ റീനീറ്റ് നടന്നത് കാരണം കൗൺസിലിങ്ങും ഇതെല്ലാം ഡിലേ ആയിട്ട്, യൂഷ്വലി എല്ലാ വർഷവും ഒരു മന്ത് ഓഫ് സെപ്റ്റംബർ ആ ഒരു മന്തോട് കൂടിയാണ് സ്ട്രേ റൗണ്ടും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കൗൺസിലിംഗ് കംപ്ലീറ്റ് ആവുന്നത്. പക്ഷേ ഈ വർഷം അത്രയും കാരണം നമ്മൾക്ക് ഓൾറെഡി എക്സാം 1 മന്ത് ഇങ്ങനെ ഇതായത് കൊണ്ട് ഇനിയും ഡിലേ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക് ഇയർ തുടങ്ങാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്രയും ഡിലേ ആവില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മക്കൾ ഈ പറയുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കാൻ നോക്കുക പതുക്കെ, ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് കൗൺസിലിംഗ്. ആൻഡ് ഡോണ്ട് ലൂസ് ഹോപ്പ്. ഭയങ്കരമായിട്ട് നിങ്ങൾ ഹോപ്പൊക്കെ വിട്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുറേ മെസ്സേജസും കമൻസും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. എല്ലാം പോയി, അതാണ് ഇതാണെന്നൊക്കെ. സോ പ്ലീസ് സിറ്റ് ബാക്ക്, റിലാക്സ്, ആൻഡ് യു ആർ നോട്ട് ദി ഓൺലി വൺ ഇൻ ദിസ് വേൾഡ് ഹൂസ് ഗോയിങ് ത്രൂ ദിസ്. അത് ആദ്യം മനസ്സിലാക്കുക. ഒരുപാട് കുട്ടികൾ, നിങ്ങളുടെ ഒപ്പം പരീക്ഷ എഴുതിയ കുട്ടികൾ ഇതിലും വേഴ്സ് സിറ്റുവേഷനിലിരുന്ന് ഇപ്പം വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് റിലാക്സ്. പിന്നെ NTA ഒഫീഷ്യൽ ആൻസർ കീ വരട്ടെ, എന്നിട്ട് സ്കോറൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്കിപ്പം ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾ ബാച്ചസിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, റിപ്പീറ്റ് ചെയ്യാനാണ് നിങ്ങളുടെ ഗോളെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ ഫീനിക്സ് ബാച്ച് വരും. ഇനി അത് വേണ്ട, ഇല്ല എനിക്കിനി ഓഫ്ലൈനായിട്ട് ഒരു ഹോസ്റ്റലിൽ പോയിരുന്ന് എനിക്ക് പഠിക്കണം, അല്ലെങ്കിൽ ഞാൻ ഫോക്കസ് ചെയ്ത് അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൈബ്രിഡ് സെൻറ്റേഴ്സിലേക്ക് വരാം. ഇവിടെ മെഗാ അഡ്മിഷൻ ഡേ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പം ഡിസിഷൻ എടുക്കണം എന്നല്ല മിസ് പറയുന്നത്, ഇപ്പം തന്നെ വന്ന് ജോയിൻ ചെയ്യണം എന്നല്ല പറയുന്നത്. യു കം, ക്യാമ്പസ് ഒക്കെ ഒന്ന് കാണുക. ഇവിടെ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ പാരൻസിനോടോ റിലേറ്റീവ്സിനോടോ ബ്രദറിനോടോ ഫ്രണ്ട്സിനോടോ ഒന്നും ഷെയർ ചെയ്യാൻ പറ്റാതെ ചിലപ്പം ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചാൽ മേ ബി യു വിൽ ഗെറ്റ് എൻ ഐഡിയ. അപ്പോൾ 24-ാം തീയതി ഇത് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അഡ്മിഷൻ ഡ്രൈവുകൾ ഉണ്ടാവും. അപ്പോൾ ക്യാമ്പസിലേക്ക് വരിക, നിങ്ങളുടെ ഫാക്കൽറ്റീസിനെ കാണാൻ, സംസാരിക്കുക, അവരുടെയും കൂടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് കേൾക്കാം. എന്നിട്ട് നിങ്ങൾ മക്കൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത്, സോ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കുക. സോ ഐ ഹോപ്പ് യു ഗോട്ട് മൈ പോയിന്റ്. ഇപ്പോഴുള്ള സ്ട്രെസ്സിലും ഫ്രസ്ട്രേഷനിലും ഒരു തീരുമാനം എടുക്കാണ്ട് ജസ്റ്റ് ഗിവ് ഇറ്റ് ടൈം, റിലാക്സ്. കാരണം നമ്മൾ റിലാക്സ് ചെയ്തിട്ട് എടുക്കുന്ന ഡിസിഷൻസ് ആയിരിക്കും എപ്പോഴും നമുക്ക് ഭാവിയിൽ ഒരുപാട് റിഗ്രറ്റ്സ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ എം വിത്ത് യു. ഇവിടെ തന്നെ ഉണ്ട്. ആൻഡ് മക്കൾക്കുള്ള എല്ലാ ഇൻഫർമേഷൻസും സപ്പോർട്ടുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.